അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പരബ്രഹ്മത്തിൽ എത്തുമ്പോൾ, അതായത് ആധ്യാത്മിക ലോകങ്ങളിലെ ഒരു ഭാഗമായിട്ടാണ് പരബ്രഹ്മം വരുന്നത്. ഭഗവാന്റെ ധാമം അതും കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഈ ചാപ്റ്ററിൽ പരബ്രഹ്മം വരെ എങ്ങനെ എത്താം എന്ന് മാത്രമേ അർജുൻ്റെ അടുത്ത് പറയുന്നുള്ളൂ. അപ്പൊ ഈ പരബ്രഹ്മത്തിൽ എത്തുന്ന ആളുകൾ എങ്ങനെയാന്ന് വെച്ചാൽ അവിടെ ഈ ടൈം ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് രാവിലെ അതായത് സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടും വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ടുമാണ് നമ്മൾ ടൈം വെച്ചിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രകൃതി ഒരുപോലെ ഇരുന്ന് കഴിഞ്ഞാൽ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരില്ല. അപ്പോൾ ആധ്യാത്മിക ലോകങ്ങളിൽ സമയം എന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ ഇല്ല. അതായത് ഭൗതികപരമായിട്ട് നമ്മൾ ബുദ്ധി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സമയമില്ലാത്തൊരു അവസ്ഥയെ പറ്റി ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ പരബ്രഹ്മത്തിലെത്തിയ ആത്മാവ് പരമമായ സന്തോഷം അനുഭവിച്ച്, നിത്യമായ സന്തോഷം അനുഭവിച്ച്, കാരണം അവിടെ മാറ്റമില്ലാതെ എപ്പോഴും സന്തോഷമാണ്, സുഖമാണ്. അങ്ങനെ ധർമ്മത്തിന്റെ അധിഷ്ഠാനമാണ്. അങ്ങനെയുള്ള പരബ്രഹ്മത്തിലെത്തുന്നു. ആ പരബ്രഹ്മത്തിന്റെ അധിഷ്ഠാനവും ഞാനാകുന്നു. അതായത് ഭഗവാൻ കൃഷ്ണൻ